ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ പുതിയ ചരിത്രത്തെക്കുറിച്ചാണ്. ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ അതിർത്തിയിൽ ആകാശയുദ്ധത്തിന്റെ പുതിയൊരു അധ്യായം കുറിക്കപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂർ. പേര് കേൾക്കുമ്പോൾ തന്നെ ശത്രുരാജ്യത്തിന്റെ നെഞ്ചിടിപ്പ് കൂടുന്ന ഒരു വലിയ സൈനിക നീക്കം. പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങളെ തകർത്ത ഇന്ത്യ ഏറ്റവും ആധുനികമായ ആയുധങ്ങളാണ് അന്ന് ഉപയോഗിച്ചത്. അതിൽ ലോകം അത്ഭുതത്തോടെ നോക്കി നിന്ന ഒരു ആയുധമായിരുന്നു ലോയിറ്ററിംഗ് മ്യൂണിഷൻസ് അഥവാ ചാവേർ ഡ്രോണുകൾ. അന്ന് നമ്മൾ നടത്തിയ പോരാട്ടവും അതിന് പിന്നാലെ സേനയെ കൂടുതൽ ആധുനികവൽക്കരിക്കാൻ ഇന്ത്യ സ്വീകരിച്ച നടപടികളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്തായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ? പഹൽഗാമിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിന് മിന്നൽ വേഗത്തിൽ നൽകിയ മറുപടിയായിരുന്നു അത്. ഇന്ത്യ കാത്തിരുന്ന് ആക്രമിക്കുമെന്ന് കരുതിയവർക്ക് അന്ന് തെറ്റി. കേവലം 23 മിനിറ്റിനുള്ളിൽ പാകിസ്ഥാന്റെ 9 ഭീകര ക്യാമ്പുകളാണ് ഇന്ത്യൻ വ്യോമസേന തകർത്തെറിഞ്ഞത്. ഇവിടെയാണ് ചാവേർ ഡ്രോണുകളുടെ റോൾ വരുന്നത്. ശത്രുവിന്റെ റഡാറുകളെ വെട്ടിച്ച് ചൈനീസ് നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി നമ്മുടെ ആയുധങ്ങൾ ശത്രുവിന്റെ നെഞ്ചിലേക്ക് പറന്നിറങ്ങി. ആ വിജയത്തിന് പിന്നാലെ ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ വലിയൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇനി വിദേശങ്ങളിൽ നിന്ന് ഡ്രോണുകൾ വാങ്ങാൻ നമ്മൾ കാത്തു നിൽക്കില്ല. ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളെയും പ്രതിരോധ കമ്പനികളെയും വിശ്വസിച്ച് കൂടുതൽ മേക്ക് ഇൻ ഇന്ത്യ ചാവേർ ഡ്രോണുകൾക്കായി വ്യോമസേന പച്ചക്കൊടി കാട്ടിയിരിക്കുകയാണ്. 800-ലധികം ചാവേർ ഡ്രോണുകളാണ് വ്യോമസേന പുതുതായി വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേവലം ആയുധം മാത്രമല്ല, ലോകത്തിന് മുന്നിൽ ഇന്ത്യ നടത്തുന്ന ഒരു പ്രഖ്യാപനമാണിത്. ഞങ്ങൾ സ്വയം പര്യാപ്തമാണെന്ന ധീരമായ പ്രഖ്യാപനം. കാമിക്കാസെ ഡ്രോണുകൾ എന്ന് വിളിക്കപ്പെടുന്ന ലോയിറ്ററിംഗ് മ്യൂണിഷനുകൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതൊരു ഡ്രോണും മിസൈലും ചേർന്ന ആയുധമാണ്. സാധാരണ ഡ്രോണുകൾ നിരീക്ഷണം നടത്തി തിരിച്ചു വരുമ്പോൾ കാമിക്കാസെ ഡ്രോണുകൾക്ക് മറ്റൊരു ലക്ഷ്യമാണുള്ളത്. ഇവ ആകാശത്ത് മണിക്കൂറുകളോളം വട്ടമിട്ട് പറക്കും. ശത്രുവിനെ കണ്ടെത്തുന്ന നിമിഷം ഒരു പരുന്തിനെ പോലെ ശത്രുതാവളത്തിലേക്ക് കുതിച്ചിറങ്ങി സ്വയം പൊട്ടിത്തെറിക്കും. നാഗാസ്ത്ര 1 എന്ന നമ്മുടെ തദ്ദേശീയ നിർമ്മിതമായ ഈ ചാവേർ ഡ്രോണാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ വെടിക്കെട്ട് നടത്തിയത്. ശത്രുവിന്റെ ടാങ്കുകൾ, റഡാറുകൾ, മിസൈൽ താവളങ്ങൾ എന്നിവയൊക്കെ നിഷ്പ്രയാസം തകർക്കാൻ ഇവയ്ക്ക് കഴിയും. നമ്മൾ എന്തിനാണ് മിസൈലുകൾക്ക് പകരം ഡ്രോണുകളെ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മിസൈലുകൾ അതിവേഗത്തിൽ ലക്ഷ്യത്തിലെത്തും. പക്ഷേ ഒരിക്കൽ തൊടുത്തുവിട്ടാൽ അവയുടെ പാത മാറ്റാനോ ലക്ഷ്യം തെറ്റാണെങ്കിൽ തിരിച്ചു വിളിക്കാനോ കഴിയില്ല. എന്നാൽ ലോയിറ്ററിംഗ് മ്യൂണിഷനുകൾ അങ്ങനെയല്ല. അവ ശത്രുവിൻ്റെ തലയ്ക്ക് മുകളിൽ അദൃശ്യനായ വേട്ടക്കാരനെ പോലെ വട്ടമിട്ട് പറക്കും. ശത്രു ഒളിച്ചിരിക്കുകയാണെങ്കിൽ അവൻ പുറത്തു വരുന്നതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ ഈ ആയുധത്തിനുണ്ട്. ലക്ഷ്യമുറപ്പിച്ചാൽ മാത്രം ആക്രമിക്കുക, അല്ലെങ്കിൽ ദൗത്യം ഉപേക്ഷിച്ചു തിരിച്ചു വരിക. ഈ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് ആധുനിക യുദ്ധങ്ങളിൽ ഇന്ത്യക്ക് മേൽക്കൈ നൽകുന്നത്. ഇന്ത്യ ഇന്ന് ലോകത്തിലെ 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമാണ്. അത് പ്രതിരോധ മേഖലയിലേക്കും പടരുകയാണ്. വ്യോമസേനയുടെ ഈ പുതിയ നീക്കം നമ്മുടെ യുവാക്കൾക്കും സാങ്കേതിക വിദഗ്ധർക്കും വലിയൊരു വാതിലാണ് തുറന്നിടുന്നത്. വിദേശ കമ്പനികൾക്ക് കോടികൾ നൽകുന്നതിന് പകരം ആ പണം നമ്മുടെ രാജ്യത്തെ ഗവേഷകർക്ക് ലഭിക്കുന്നു. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിനും പ്രതിരോധ രംഗത്തിനും ഒരുപോലെ ഗുണകരമാണ്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ ഉപയോഗിച്ച തുർക്കി നിർമ്മിത ഡ്രോണുകളെയും ചൈനീസ് മിസൈലുകളെയും നമ്മുടെ സുദർശന ചക്ര പ്രതിരോധ സംവിധാനം തകർത്തു കളഞ്ഞ വാർത്തയും നമ്മൾ കണ്ടതാണ്. ഇന്ന് ഇന്ത്യയുടെ ആകാശം സുരക്ഷിതമാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യയും ഇന്ത്യൻ സൈന്യത്തിന്റെ വീര്യവും ചേരുമ്പോൾ അവിടെ അസാധ്യമായി ഒന്നുമില്ല. ലോകം ഇന്ന് ഇന്ത്യയുടെ ഡ്രോൺ യുദ്ധതന്ത്രങ്ങളെ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. മാറുന്ന യുദ്ധമുഖത്ത് ഇന്ത്യ ഇന്ന് ലോകശക്തിയായി മാറിക്കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഒരു തുടക്കം മാത്രമാണ്. നമ്മുടെ ആകാശത്ത് ഇനി തദ്ദേശീയ ഡ്രോണുകൾ കാവലുണ്ടാകും.